അത്യാവശ്യം മൂവിംഗ് ഉള്ള പോരാത്തത് ഡീസലാണ് വരുന്നത്. ഡീസലാ? ഡീസൽ മൈലേജ് ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല മൈലേജ് 18-20 എന്തായാലും കിട്ടും. മൈലേജ്. വലിയൊരു ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീസൽ വണ്ടി എടുത്തോളൂ. കാരണം ഓട്ടം തീരെ ഇല്ലെങ്കിൽ ഡീസൽ വണ്ടി എടുക്കുന്നത് ഫൗളാണ്, വെറുതെ നഷ്ടമായിരിക്കും. അപ്പോൾ പെട്രോൾ വണ്ടി, അതിൽ തന്നെ നമ്മൾ മെയിൻ്റനൻസ് പതിങ്ങനെ വരാത്ത, നമുക്ക് സിമ്പിളായിട്ട് ഒരു ഓയിൽ സർവീസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് എടുക്കാം. 2021 വെഹിക്കിൾ. ഓക്കെ, എക്സ്ടി ഓപ്ഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്, 38,000 കിലോമീറ്റർ. വീട്ടിൽ നിന്ന് തന്നെ പേര് മാറിയതാണ്. ഇപ്പൊ എന്തോ കാരണം കൊണ്ടോ ആ യൂസ് ആ ഒരു വീട്ടുകാരെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാർ എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ലോക മാർക്കറ്റിൽ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർ ബയസിൽ ഇന്ത്യ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റ് വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിൻ്റെ ഉള്ളിൽ, അതത്രയൊന്നും വേണ്ട, ഇന്ത്യ ടോപ്പ് മാർക്കറ്റിൽ എത്താൻ ചാൻസ് ഉണ്ട് കാർ വാങ്ങുന്നതിൽ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ, ഒരു കാറിൽ യാത്ര ചെയ്യണമെന്ന്, ഒരു ഫാമിലി ആയിട്ട് മഴയും വെയിലും കൊള്ളാതെ ഒരു യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും പുതിയ കാർ വാങ്ങാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർ നേരെ പോകുന്നത് യൂസ്ഡ് കാർ മാർക്കറ്റിലേക്കാണ്. യൂസ്ഡ് കാർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും പലരും നേരിടുന്നുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാറുകൾ എടുത്താൽ പ്രശ്നങ്ങളില്ല. നമുക്കത് കാലാകാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂമിലാണെന്നുള്ളത് മേരാക്കാസിലാണ് ഉള്ളത്. അപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് വാഹനം ചെക്ക് ചെയ്ത് അതിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഒക്കെ തരുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏത് ഷോറൂം പോയാലും, ഇവിടെ മാത്രമല്ല എവിടെ പോയാലും ചെക്ക് ചെയ്യുക അല്ലേ. ഇത്രയും ഡീറ്റെയിൽ എല്ലാം തന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട്, നിങ്ങൾ ഇത്രയും വീഡിയോസ് കാണുന്നതാണ്, കേരളത്തിലൊട്ടാകെ പലരും വീഡിയോ എന്താണ് എല്ലാ ഇൻഫർമേഷൻ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം തരുന്ന ഷോറൂം പോയിട്ട് നിങ്ങൾ എവിടെ പോയിട്ട് വേണമെങ്കിൽ വണ്ടി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മേരാക്കാസിന്റെ ഷോറൂമിൽ വെച്ചിട്ടാണ്. കൊടുവള്ളി ഷോറൂം, കോഴിക്കോട് കൊടുവള്ളിയല്ല, പടവിലാണ് അല്ലേ? കൊടുവള്ളി എത്തുന്നതിന് മുന്നേ വയനാടേക്ക് പോകുമ്പോൾ, വയനാട് റൂട്ടിലാണ്. അപ്പൊ ഷാഹിദാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം. ഓക്കെ, അപ്പോ ഷാഹിദേ, നമ്മുടെ എന്തൊക്കെ ഓഫേഴ്സ് ഇപ്പൊ നടക്കുന്നുണ്ടോ? നമുക്കിപ്പോ മൺസൂൺ ഓഫേഴ്സ് വരുന്നുണ്ട്. വെഹിക്കിള് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു ബാഗ് കൊടുക്കുന്നത്, ട്രാവൽ ബാഗ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ സെയിം ആസ്കിംഗ് പ്രൈസിൽ തന്നെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്കൊരു ക്രാഡിയ കാസ്റ്ററിന്റെ ഒരു സൈക്കിൾ 21 ഗിയേഴ്സ് വരുന്ന ഒരു 45,000 വേർത്ത് വരുന്ന ഒരു സൈക്കിള്, അല്ലെങ്കിൽ അവർക്ക് റോബോട്ടിക് വാക്യൂം ക്ലീനർ, അല്ലെങ്കിൽ ഇനിയുണ്ട്. ഇനി ഒരു സാംസങ്ങിന്റെ ഒരു വാച്ച് വരുന്നുണ്ട്, ഒരു സ്മാർട്ട് വാച്ച്. വീട്ടിൽ വളരെ ഉപകാരമായിരിക്കും അല്ലേ? ഇട്ട് കൊടുത്താൽ റോബോട്ടിക് കംപ്ലീറ്റ് എല്ലാ മൂന്നും ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തോളും. അതൊരു ഇതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം, അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് മൺസൂൺ ഓഫേഴ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ പർച്ചേസിലും ഉണ്ടോ അതോ ഇത്ര എമൗണ്ടിന് മുകളിൽ? അവര് ഏത് വെഹിക്കിൾസ് ആണെങ്കിലും അവർക്ക് ആസ്കിംഗ് പ്രൈസിൽ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നെഗോസിയേഷൻ ഇല്ലാതെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓഫേഴ്സ് അവർക്ക് കൊടുക്കാൻ പറ്റും. പോരാത്തതിന് നമുക്ക് 2 വർഷത്തെ വാറണ്ടിയും കൊടുക്കാൻ പറ്റുന്നുണ്ട്. 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റും വരുന്നു കൊടുക്കും. റോഡ് സൈഡ് അസിസ്റ്റൻസിന് വാഹനം വഴി കിടന്നാലും, പെട്രോൾ തീർന്ന് വഴി കിടന്നാലും നിങ്ങൾക്ക് അതിനുവേണ്ട സഹായങ്ങൾ കാര്യങ്ങളൊക്കെ എത്തിച്ചേരും. അതാണ് റോഡ് സൈഡ് അസിസ്റ്റ് എന്ന് പറയുന്നത്. വാറണ്ടി ഓൾ ഇന്ത്യ ലെവലിലാണ്. ഓൾ ഇന്ത്യ ലെവലിൽ 2 വർഷം. അത് കമ്പനിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഹോണ്ടയുടെ വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ ആ വാറണ്ടി പോവാ നേരെ ഹോണ്ടയിലേക്കാണ് പോകുന്നത്. ഹോണ്ടയിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പൊ ഹോണ്ടയുടെ എവിടുന്ന് വേണമെങ്കിൽ ചെയ്യാം. ഏത് ബ്രാൻഡാ ആ ബ്രാൻഡിന്റെ കമ്പനിയിലേക്കാണ്, സർവീസ് സെന്ററിലേക്കാണ് വണ്ടി പോകും. അടിപൊളി. ഓക്കെ, അപ്പൊ അതും ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അത് മാത്രമല്ല അത്രയും ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാം. അതാണ് വാല്യൂഷൻ റിപ്പോർട്ട് ഉണ്ട്, അത് കസ്റ്റമറിന് കാണിച്ചു കൊടുക്കും. അവർക്ക് നോക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, വർക്ക്ഷോപ്പ് കാണിച്ച ഫീൽ കിട്ടും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാർ വിൽക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതെ, മേരാക്കാസിലേക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കാർ വിൽക്കണമെങ്കിൽ മാക്സിമം വിലയിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഒരു ഹോണ്ട സിറ്റിയിൽ തുടങ്ങാം. ഒരു അടിപൊളി സെഡാൻ വാഹനമാണ്. ഇത് ഡീസലാണോ പെട്രോളോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. 2019 മോഡല്, സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഓക്കെ, 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. വളരെ ലോ കിലോമീറ്റർ ആണ്. 19 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 5 വർഷം ആവാറായി. വെറും 33,000 ഓടിയിട്ടുള്ളൂ. ഇതില് നമുക്ക് ഏതോ ഓപ്ഷൻ വരുന്നത്? ഇത് SV ആണ് വരുന്നത്. SV ആണ്. SV ഇപ്പൊ ന്യൂ കാർ വരുന്നത് 14 ലക്ഷം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നതാണ് ന്യൂ കാറിന്. ഓക്കെ, ഇത് ഇപ്പൊ ഇറങ്ങുന്നതിന്റെ മുന്നത്തെ ഷേപ്പ് അല്ല, ലേറ്റസ്റ്റ് തൊട്ട് മുന്നേ. ഓക്കെ ഓക്കെ, SV എന്ന് പറയുമ്പോൾ എസിന്റെ തൊട്ട് താഴെ അലോയ്സ് ഒന്നും വരില്ല. അലോയ് വരുന്നുണ്ട്. ഓക്കെ, അലോയ് എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഹോണ്ടയിലെ ബേസിൽ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അലോയ്സ് അതായത് ഉണ്ടോ നോക്കിയത്? അലോയ്സും വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. പുറമെ ഇതില്ല, ഫോഗ് ലാമ്പ് വരുന്നില്ല. ഡിഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഓക്കെ. ഡിഫോഗർ എന്ന് വെച്ചാൽ പുറകിലത്തെ ഗ്ലാസ്സിൽ നമുക്ക് ഒരു ഹീറ്റ് ലൈൻ ഉണ്ടാവും, അതാണ് ഡിഫോഗർ. നമ്മുടെ മഞ്ഞൊക്കെ പിടിക്കുമ്പോൾ മഴയത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഓൺ ചെയ്ത് വെച്ചാൽ പുറകത്തെ വിസിബിലിറ്റി കറക്റ്റ് കിട്ടും. അപ്പൊ അത് യൂസ്ഫുൾ ആണ് മഴക്കാലത്ത്. ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല. പുറകിൽ നോക്കി ഓടിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും നോക്കണം. ഓക്കെ. ബാക്കി ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ഉണ്ട്. 2 വർഷം വാറണ്ടി കൊടുക്കുന്ന വെഹിക്കിൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും, നിലവിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് പ്രോപ്പർ പോയ വണ്ടിയാണ്. നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉള്ള ഒരു പെട്രോൾ വണ്ടിയാണ്. വലിയ മെയിൻ്റെനൻസ് വരില്ല. ഡീസലായ തന്നെ ഹോണ്ട മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. സർവീസ് റെക്കോർഡ് അല്ലേ? സർവീസ് റെക്കോർഡ്. നിങ്ങൾ ഇനി കമ്പനി തന്നെ തുടർ ചെയ്യുകയാണെങ്കിലും റെഗുലർ സർവീസിന് ഒരു 6000-7000 രൂപ റെഗുലർ സർവീസിനാവും. പിന്നെ അതങ്ങ് മാറാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോസ്റ്റ് കൂടുള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ പണിയായിട്ടൊന്നും കിട്ടൂല വണ്ടി. ഓക്കെ. മൈലേജും ഒരു 12-15 അതിന്റെ ഉള്ളിൽ മൈലേജും കിട്ടും. ഓക്കെ. എത്ര ഇപ്പൊ ഇത് വണ്ടി ആസ്കിങ് വരുന്നത് 8,40,000 രൂപ കൊടുക്കും. 8,40,000 ആണ്. ഓക്കെ. 2019 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് SB പെട്രോൾ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൽ നമുക്ക് വാറണ്ടി ഉണ്ടാവും. വർത്തിന്റെ പോളിഷിങ്ങും ആഡ് ചെയ്ത് കൊടുക്കും. ഡെലിവറി എടുക്കുന്ന ടൈമിൽ ഒരു വർക്ക് ജർമ്മൻ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ ഒരു സർവീസും ഉണ്ടാവും. കസ്റ്റമർ എടുത്താൽ ഒന്നും ചെയ്യണ്ട, നേരെ എടുത്ത് ഓടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു പണിയും കിട്ടില്ല. ഓക്കെ. അപ്പോ ലോണ് 90% ലോൺ 90% കിട്ടും. അടുത്തത് പോളോയിലേക്ക് വന്നിരിക്കുകയാണ്. കോപ്പർ റെഡ് പോളോ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡല്, സെക്കൻഡ് ഓണർ, 38,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ ആണ്. അതായത് വണ്ടിക്ക് ജീവൻ വെക്കേണ്ട ഒരു ഓട്ടം, അത്രേ ഉള്ളൂ. അത് ഫാമിലി തന്നെ മാറിയ ഡീസലോ പെട്രോൾ? പെട്രോൾ ആണ്. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. ഡീസൽ ആണെങ്കിൽ തന്നെ ഒരു മിനിമം ഓട്ടോ ഓടിയാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പെട്രോളില് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. മിഡിലാണ്. അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരും. ഹൈലൈറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്, 38,000 കിലോമീറ്റർ. വീട്ടിൽ നിന്ന് തന്നെ പേര് മാറിയതാണ്. ഇപ്പൊ എന്തോ കാരണം കൊണ്ടോ യൂസ് അവർ വീട്ടുകാർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്ത് പോയിട്ടില്ല, യൂസ് വീട്ടിൽ തന്നെ മാറിയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ക്ലീൻ വണ്ടിയല്ല? ക്ലീൻ വണ്ടി. ഫുൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞതാണ്. 1 വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. 1 ഇയർ. അതൊരു പഴക്കം കൊണ്ടാണ്, വർഷത്തിന്റെ പഴക്കം കൊണ്ടാണ് ആ ഒരു 1 ഇയർ പറയുന്നത്. 2 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടി അല്ല നമ്മൾ കൊടുക്കുന്നത്. 2 ഇയറിൽ ഫസ്റ്റ് ആദ്യത്തെ 1 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടി. ഇത് നമുക്ക് കൊടുക്കാൻ 6 ഇയേഴ്സിന്റെ ഉള്ളിലുള്ള വെഹിക്കിൾസ് ആണ് 2 ഇയേഴ്സ് വാറണ്ടി. 2 ഇയേഴ്സ് വാറണ്ടി. 9 ഇയേഴ്സിന്റെ ഉള്ളിലുള്ള വെഹിക്കിൾസിനാണെങ്കിൽ നമുക്ക് 1 ഇയർ വാറണ്ടി. ആ 2 ഇയറിൽ 1 ഇയർ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ്. അതേ കോമ്പണൻസിനും വാറണ്ടി കിട്ടും. അതാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോ ഇതിപ്പോ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് 5,10,000 രൂപയാണ്. 5,10 2015 കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ പെട്രോൾ പോളോ ആണ്. 5,10. ഇത് കിലോമീറ്റർ കുറവായതുകൊണ്ട് ഇപ്പൊ ആളുകൾ പോളോ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇയറിൽ ഇത്ര കിലോമീറ്റർ കുറഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. കാരണം അല്ലെ അത്യാവശ്യം ഒരു 70ന്റെ മുകളിൽ ഓടിയിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അതേപോലെ 70ന്റെ പകുതി ഓടിയിട്ടുണ്ട്. പെട്രോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിളാണ്. അതൊന്നും ചെയ്യാനൊന്നുമില്ല. മൈലേജും ഉണ്ടാവും. നമ്മൾ സിറ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 12-15 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓളോ നോക്കി ഓടിച്ചാലേ കിട്ടുള്ളൂ, ചവിട്ടിയാൽ കിട്ടൂല. അത് നോക്കി ഓടിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു 4:45 4:30 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത i10 ഗ്രാൻഡ് ആണ്. KL 29 രജിസ്ട്രേഷനുള്ള i10 ഗ്രാൻഡ്. ഷാഹിദ പറഞ്ഞോളൂ. 2017 മോഡൽ മാഗ്ന. ഓക്കെ. 17 മാഗ്നയാണ്. മിഡിൽ വേരിയന്റ് ആണ് വരിക. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, റിയർ AC വെന്റ്, അതേപോലെ മിറർ അഡ്ജസ്റ്റിംഗ്, ഫോൾഡിംഗ് വരില്ല, ഗ്ലാസ് അഡ്ജസ്റ്റ് ആവും. അങ്ങനത്തെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഉണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല ഫീച്ചർ. പിന്നെ ഹ്യുണ്ടായി പറയണ്ടല്ലോ, ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഹ്യുണ്ടായിന് വല്ല ആളില്ല ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് കാറുകളിൽ. ഓക്കെ. പിന്നെ 73,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇപ്പം. ഓക്കെ. 5,000 കുറവാ, വലിയ ഓട്ടം അല്ല, എന്നാൽ നോർമൽ ഓട്ടം വരും. 7 വർഷം തന്നെ കറക്റ്റ്. 24 അല്ലേ? 2017. നോർമൽ പെട്രോൾ വണ്ടി ഓടുന്നുണ്ട് ഓട്ടം. ഓക്കെ. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി. അവർ പഴക്കം കഴിഞ്ഞില്ല. അതുകൊണ്ട് 1 ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട്. മൈലേജ് പോളോന്റെ ഒക്കെ ഒരു മൈലേജ് കിട്ടും. പോളോനെക്കാട്ട് ചിലപ്പോ ഒന്ന് കൂടും. 4 സിലിണ്ടർ വെഹിക്കിൾ ആണ്. യാത്ര കംഫർട്ട് ഉണ്ടാവും. ഓടിക്കാനും നല്ല കംഫർട്ടാണ്. ഓടിക്കുന്നവർക്ക് സുഖമാണ്, യാത്ര ചെയ്യുന്നവർക്ക് സുഖമാണ്. ഓക്കെ. എത്ര കൊടുക്കാം? 4,35,000 രൂപ കൊടുക്കാം. 4,35,000 2017 മാഗ്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. i10 ഗ്രാൻഡ് ആണ്. ലോൺ എത്ര കയറൂല്ലേ? ഇതിന് കയറും ഒരു 40,000 റുപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ലോണിൽ 40,000 രൂപ കണ്ടാൽ 2017 നല്ലൊരു അടിപൊളി ഗ്രാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ ഷാഹിദ് പറയുന്ന വിലയൊക്കെ നമുക്കൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് നമ്മൾ നെറ്റ് ആക്കിയിട്ടാണ് പറയുന്നത്. എന്നാലും നമുക്ക്
നോക്കാം. വന്നൊരു കസ്റ്റമർ കണ്ട് ഒരു ഓടിച്ചു നോക്കി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ പ്രേക്ഷകരാണ് ഇവിടെ വരുന്നത്, നമ്മൾ സ്വീകരിച്ചിരിക്കും. മറന്നു അവർക്ക് കൊടുത്തിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ മാക്സിമം നോക്കാം. ഒരു അടിപൊളി ഗ്രാൻഡ് ആണ്. അടുത്ത നമുക്കൊരു റാപ്പിഡ് ഉണ്ട് അല്ലേ, നല്ല അടിപൊളി നീല കളർ. റാപ്പിഡ് ഇന്നലെ ബുക്കിംഗ് ആയ വെഹിക്കിളാണ്. കണ്ണൂരിൽ നിന്ന് അതിനായിട്ട് വന്നിട്ട് അവർ ബുക്കിംഗ് ആക്കി ഇന്നലെ രാത്രി എല്ലാം ഒക്കെ ആക്കി വെച്ചിട്ട് പോയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ആണ്. റാപ്പിഡ് എൻക്വയറി ഉണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. റാപ്പിഡ് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഇവർക്ക് കസ്റ്റമേഴ്സ് പറയാം അവർക്ക് ഇഷ്ടപ്പെടുന്ന വെഹിക്കിൾസ് അവർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമന്റ്സിൽ നോക്കിയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാനും കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക. ഓക്കെ, താല്പര്യമുണ്ട് കമന്റ് ചെയ്തോളൂ, നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. അടുത്ത വണ്ടിയിലേക്ക് വന്നോ. നമ്മൾ ഇതുവരെ കുറച്ച് കൂടിയ സെഗ്മെന്റ് ആണ് കണ്ടത്. ഇനി ചെറുതിലേക്ക് വരാം. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റിലേക്ക് വരാം. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. ഡാറ്റ്സന്റെ റെഡിഗോ ആണ്, ന്യൂ ഷേപ്പ് ആണ്, ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. ഇതിന്റെ ലുക്ക് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി, അത്യാവശ്യം നല്ല എടുപ്പാണ്. അത്യാവശ്യം ആളുകൾ എടുക്കുന്ന വണ്ടിയാണ്. അതെ, ആദ്യം ഇതൊരു ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മനസ്സിലാവായിട്ട് ആളുകൾ മേടിച്ചിരുന്നു. ഇപ്പൊ അത്യാവശ്യം നല്ല വണ്ടിയാണ്. അതിൽ തന്നെ ഇത്ര ഒരു ലുക്ക് വരുന്നില്ലേ അല്ലെ, യാത്രാ സൗകര്യം എല്ലാം ഉണ്ട്, സ്പേസും ഉണ്ട്. നല്ല വണ്ടി കാണുന്ന പോലെ നല്ല സ്പേസ് ആണ് വണ്ടിയിൽ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2020 ആണ്, സിംഗിൾ ഓണർ ആണ്, 28,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 20-28,000 ഓടിയ വാഹനം. ഈ ആണ് വേരിയന്റ് വരുന്നത്. എയർ ബാഗ് അടക്കം വരുന്നുണ്ട്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എന്താ പറയാ, ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ ഫുൾ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷൻ ആണ്. ഈ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നല്ല കളറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. വാറണ്ടി നമ്മുടെ 2 വർഷത്തെ വാറണ്ടിയും കൊടുക്കും. കമ്പനി ഇല്ലെങ്കിലും നമ്മുടെ വാറണ്ടി 2 വർഷം ഉണ്ടല്ലോ. ഓക്കെ, സർവീസ് ഉണ്ട്. നിസാനിൽ ഇപ്പോഴും സർവീസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. നിസാനിലാണ് ഇതിന്റെ ഇത് വരുന്നത്. ഡാറ്റ്സന്റെ സർവീസും കാര്യങ്ങളൊക്കെ നിസാനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ നോർമൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നോർമലിലെ കുറവാണ് കമ്പാരിറ്റീവ്ലി. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നതാണ്. ഇത് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് 3,15,000 രൂപ കൊടുക്കും. 3,15 2020 ടി ഓപ്ഷൻ എയർ ബാഗ് അടക്കം വരുന്ന ഒരു 1000 cc വരുന്നത്. ഇത് 1 ലിറ്റർ വരുന്നത്. 1 ലിറ്റർ 800 ഉണ്ട്, 1 ലിറ്ററും. അതെ, രണ്ടും ഉണ്ട്. അതാണ് ചോദിച്ചത്. 1000 cc വാഹനമാണ്. 3,15,000 രൂപയ്ക്ക് 2020 ഡാറ്റ്സൺ റെഡിഗോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 800 cc ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പവറും സുഖവും കിട്ടും ഓടിക്കുമ്പോൾ. ഓക്കെ, ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ലോണ് കിട്ടും. ഇതിനൊരു 40-50 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. നല്ല ട്രാക്ക് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലതെന്ന് വെച്ചാൽ അങ്ങനത്തെ വലിയ ട്രാക്കൊന്നും ഇല്ലാണ്ടെന്നാ പോരാ. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന 2 വാഹനം അടുത്തടുത്തുണ്ട്. ആദ്യത്തെ ടിയാഗോ, പിന്നെ അൾട്രോസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇന്ത്യക്കാരുടെ സ്വന്തം വാഹനമാണ്. ഈ ഒരു ബഡ്ജറ്റിൽ അത്ര 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന വേറെ വണ്ടിയില്ല. അപ്പൊ ആദ്യം നമുക്ക് ടിയാഗോ പരിചയപ്പെടാം. KL 76 കോഴിക്കോട് നന്മണ്ണ രജിസ്ട്രേഷനുള്ള ടിയാഗോ ആണ്. ന്യൂ ഷേപ്പ് ആണ്. ഇതിനും 5 സ്റ്റാർ ആണ്. 2021 വെഹിക്കിൾ. ഓക്കെ, XT ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല. 24,000 കിലോമീറ്റർ വണ്ടി ഓടി. 24,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, XT ഓപ്ഷൻ എന്ന് പറയുമ്പോൾ XZ പ്ലസ് XZ XT ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ അല്ല, 3 ടോപ്പ് 3 ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ അഡീഷണൽ കസ്റ്റമർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡിഫോഗർ ഉണ്ടാവില്ല, വൈപ്പർ ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല. ഈ ഒരു 3 മാറ്റം തോന്നുന്നു മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കി മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പറഞ്ഞോളൂ, ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് നെറ്റ് ആയിട്ട് 5,65,000 രൂപ കൊടുക്കാം. പ്ലസ് 2 years വാറണ്ടിയും കൊടുക്കാം. 2 year വാറണ്ടി. ഓക്കെ, 5,65,000 5,65,000 രൂപയ്ക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. XT ഓപ്ഷണൽ ടിയാഗോ ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാം. എന്തായാലും നേരിട്ട് വന്നു കഴിഞ്ഞു ഷാഹിദ് പറഞ്ഞ പോലെ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം, നോക്കിയിട്ട് ചെയ്യാം. പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലോണ് 5 ലക്ഷം കിട്ടും. 5 ലക്ഷം ഷുവർ ആയിട്ട് 65,000 കണ്ടാ ഇറക്കാം. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 7 വർഷം ലോൺ ചെയ്ത് കൊടുക്കും. 7 വർഷം കിട്ടും ചെയ്ത് കൊടുക്കും. അപ്പൊ EMIന്റെ ഒരു എമൗണ്ട് ഒന്ന് കുറയും. പക്ഷെ മന്ത്ലി നോക്കുമ്പോ ഒരു പെർ ലാക്ക് ഒരു 1,900 ആ റേഞ്ചിലൊക്കെ 1,900 റേഞ്ചിലൊക്കെ EMI വരുള്ളൂ. 1 ലക്ഷത്തിന്. ഓക്കെ, അതാണ് ഏകദേശം ഒരു കണക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അൾട്രോസിലേക്ക് എത്തിയിരിക്കുകയാണ്. അൾട്രോസിന്റെ ഗോൾഡൻ കളർ, അതായത് അൾട്രോസ് ഇറങ്ങിയ കാലം മുതൽ ഫസ്റ്റ് പരസ്യത്തിൽ വന്നുകൊണ്ടിരുന്ന കളറാണ് അൾട്രോസിന്റെ. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ് വാഹനം. പറഞ്ഞോളൂ. 2021 XZ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ആണോ? മാനുവൽ 2021 ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പെട്രോൾ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
3 വർഷം നോർമൽ ഓട്ടാണ്. ഒരു പെട്രോൾ വണ്ടി നമ്മളൊരു ഏവറേജ് കിലോമീറ്റർ ഒരു വർഷത്തിൽ 10,000 കിലോമീറ്റർ ആണ് പെട്രോൾ വണ്ടിക്ക് ഏവറേജ് കണക്കാക്കുക. ഡീസൽ ആകുമ്പോൾ അത് 15,000 കണക്കാക്കും. ഏവറേജ് ഓട്ടം അത് ഓടിയിട്ടുള്ളൂ 34,000. ഓക്കെ, ഇതിനും 2 വർഷം വാറണ്ടി. ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടി തന്നെ തരും. അതില്ല കസ്റ്റമറെ ചൂസ് ചെയ്യാം, അതെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാറണ്ടി ഏത് വേണമെങ്കിലും കൊടുക്കാം. കമ്പനി വാറണ്ടി എക്സ്റ്റൻഡ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വാറണ്ടി കിട്ടുന്ന ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇതും 5 സ്റ്റാർ ഏറ്റവും സേഫസ്റ്റ് കാറാണ്. ഹാഷ് ബാക്കിൽ എത്ര ഇപ്പം? ഇത് 7,50,000 രൂപയാണ് ആസ്കിങ് വരുന്നത്. 7.5 ലക്ഷം രൂപയ്ക്ക് 2021 എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് അൾട്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രയും സേഫ്റ്റി ഉള്ള ഒരു വാഹനം 7.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പിന്നെ മൈലേജ് ഇതിന്റെ പറയുകയാണെങ്കിൽ ഇതിനും 12 to 15 ആണ്. നമ്മൾ നേരത്തെ ടിയാഗോയിൽ മൈലേജ് പറയാൻ വിട്ടുമായിരുന്നു. അതിന് ഏകദേശം ഒരു 14 to 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. സിറ്റിയിലൊക്കെ ഒരു 15 എന്തായാലും കിട്ടുന്നുണ്ട്. അതാണ് മിനിമം ഒരു 14 സിറ്റിയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത്രയും കാലം ഓരോരുത്തരുടെ കേട്ടിട്ടുള്ള അനുഭവങ്ങളുടെ BS6 വരുന്ന വണ്ടി കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇതിന് ലോൺ ഒരു 6.5. ഇത് നമുക്ക് നോക്കാം. ഒരു 65,000-70,000 രൂപ ബാക്കിയൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. നോക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്ത സംഭവം ഹാഷ് ബാക്ക് ആണെങ്കിൽ കൂടി ഒരു മൈക്രോ SUV എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ്. മഹീന്ദ്രയുടെ KUV ആണ്. KUV 100 ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. അത്യാവശ്യം മൂവിംഗ് ഉള്ള ഡീസലാണ് വരുന്നത്. ഡീസലാ? മൈലേജ് ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല മൈലേജ് 18-20 എന്തായാലും കിട്ടും. 20 മൈലേജ് കിട്ടും. ഓക്കെ, ആളുകളുടെ എണ്ണം കൂടും, ഉള്ളിൽ ഇരിക്കാൻ 6 സീറ്റർ ആണ്. 6 സീറ്റർ ആണ്. ഓക്കെ, അതാണ് ഡീസലില് അത്രയും മൈലേജിൽ 6 സീറ്റർ ഉണ്ട്. RC-ലുള്ളതാണ്. MPD ഓടിക്കുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. ഏഴാളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. വളരെ കിലോമീറ്റർ. ഡീസൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാതി ആയിട്ടുള്ളൂ. അതെ, ഒരു പെട്രോൾ വണ്ടിയുടെ 10 കിലോമീറ്റർ ആയിട്ടുള്ളൂ ശരിക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഓടാണ്ട് കിടന്നാൽ പ്രശ്നമില്ല. ഡീസൽ വണ്ടി ഡെഡ് സ്റ്റോക്ക് ആയിട്ട് വെച്ചാൽ പ്രശ്നം വരും. നമ്മളൊരു മിനിമം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല. അല്ലെങ്കിൽ പണി കിട്ടുന്നുള്ള 100% ഉറപ്പാണ്. തീരെ വെച്ച വണ്ടിയാണെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. ഇത് K6 പ്ലസ് ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല സ്പെക്ക് വരുന്നുണ്ട്. എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, ഡിഫോഗർ, ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്. പോരാത്തതിന് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വരുന്നുണ്ട്. 4 പുത്തൻ ടയർ. നല്ല ടയറാണ്. ഒന്നും ചെയ്യണ്ട, നേരെ എടുത്ത് ഓടിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അത്രേ ഉള്ളൂ. നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി. എനിക്ക് ഞാൻ ഡീസൽ വണ്ടി എടുത്താലോ ആലോചിക്കാം. പെട്രോൾ വണ്ടി താങ്ങുന്നില്ല. അത്യാവശ്യം വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ ലുക്ക് ഫ്രണ്ട് കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഫീല് കിട്ടും. റേറ്റും വരുന്ന വലിയ റേറ്റ് വരുന്നില്ല. നമുക്ക് ലാസ്റ്റ് വരുന്നത് 3,90,000 രൂപ കൊടുക്കാം. 2016 വളരെ ലോ കിലോമീറ്റർ വാഹനമാണ്. ഡീസലിലാണ്. അതും 3,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു KUV K6 പ്ലസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ഓഫ് തൊട്ട് താഴെ വരുന്നതാണ്. വാറണ്ടിയും കൊടുക്കാം. വാറണ്ടി ഉണ്ടാവും. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. ലോൺ ഒരു 3 ലക്ഷം കിട്ടും. ലോൺ കിട്ടും. 3 ലക്ഷം 90,000 കണ്ട ഇറക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു SUV വന്നു. ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ക്രെറ്റയുടെ ഫസ്റ്റ് ഷേപ്പ് അല്ല, ഫസ്റ്റ് ഷേപ്പ് വാഹനമാണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ സെക്കൻഡ് ഓണർ. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ. അതെ. ഓക്കെ, വണ്ടിയുടെ റേറ്റ് S ആണ് വേരിയന്റ് വരുന്നത്. S അല്ലേ? ഓക്കെ, മിഡ് വേരിയന്റ് ആണ്. 2015 68,000 കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല. നല്ല വണ്ടിയാണ്. വാറണ്ടി 1 ഇയർ കൊടുക്കുന്നുണ്ടോ? 1 ഇയർ വാറണ്ടി നമുക്ക് നോക്കാം. 1 ഇയർ ചെക്ക് ചെയ്യാം. മന്ത് ഒന്ന് ചെക്ക് ചെയ്യാണ്ടോ. 15 ലാസ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടും. ഇപ്പൊ കഴിയാത്ത മാസമാണ് നമുക്ക് എന്തായാലും വാറണ്ടി കൊടുക്കാൻ പറ്റും. മെയിൻ ശേഷമുള്ളതാണെങ്കിൽ. അല്ല, ഇതിപ്പോ എത്രയാ പ്രൈസ്? ഇങ്ങനെ ഇത് 6,90,000 രൂപ കൊടുക്കാം. 6,90,000 ഒരു SUV സ്വന്തമാക്കാം. 6,90,000 രൂപ പക്കാ കംഫർട്ട് SUV ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ്. ലോൺ ഒരു 6 ലാഖ് കിട്ടും. നോക്കാം. 6 ലാഖ് വരെ നമുക്ക് ഹ്യുണ്ടായി ഒക്കെ കയറുന്നതാണ്. 6 ലക്ഷത്തിൽ 90,000 ഉണ്ടെങ്കിൽ ഒരു SUV സ്വന്തമാക്കാം. ഒരു വൈറ്റ് ക്രെറ്റയാണ്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഹോണ്ടയുടെ WRV ആണ്. നമ്മൾ ഹോണ്ട സിറ്റി കണ്ടിരുന്ന തുടക്കത്തിൽ. അതേ സെയിം സ്പെക്കും കാര്യങ്ങളും അതേ മൈലേജ് ഏകദേശം കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽസ് ആയത്? 2019 മോഡല്.
ഓക്കെ. കിലോമീറ്റർ വളരെ കുറവാണ്, 16,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ. ഓക്കെ. ഈ ഒരു 5 വർഷം കൊണ്ട് വെറും 16,000 പെട്രോളാണ് ഡീസലാണ്? പെട്രോളാണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. വലിയ പണിയൊന്നും കിട്ടൂല, ലോ കോസ്റ്റ് മെയിൻ്റെനൻസ് ആയിരിക്കും. ഇത് കേരളം 20 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. ഫുൾ ഓപ്ഷൻ ആണോ? സൺറൂഫ് VX ആണ് വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്, അലോയ് വീല്, ഡിഫോഗർ, എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ല. ഓക്കെ. നല്ല കളറാണ്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. അതായത് വലിയൊരു ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീസൽ വണ്ടി എടുത്തോളൂ. കാരണം ഓട്ടം തീരെ ഇല്ലെങ്കിൽ ഡീസൽ വണ്ടി എടുക്കുന്നത് ഫൗളാണ്, വെറുതെ നഷ്ടമായിരിക്കും. അപ്പോൾ പെട്രോൾ വണ്ടി, അതിൽ തന്നെ നമ്മൾ മെയിൻ്റെനൻസ് പതിങ്ങനെ വരാത്ത, നമുക്ക് സിമ്പിളായിട്ട് ഒരു ഓയിൽ സർവീസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് എടുക്കാം. അതാണ് ഹോണ്ടയുടെ പെട്രോൾ വണ്ടി പ്രത്യേകിച്ച്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഇതിന്റെ റേറ്റ് വരുന്നത് നെറ്റ് റേറ്റ് 8,15,000 രൂപ കൊടുക്കാം. 8/15 2019 വെറും 16,000 കിലോമീറ്റർ ഓടിയ VX ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. പെട്രോൾ WRV നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ ഒരു 7-7.25 കിട്ടും. മോഡൽ വണ്ടി കിട്ടും, എന്തായാലും കിട്ടും. വാറണ്ടി എല്ലാം ഉണ്ടല്ലോ. 2 വർഷത്തെ വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ക നീറ്റ് വണ്ടി, ഒന്നും ചെയ്യാനില്ല. ഓക്കെ. എടുക്കുക, ഓടിക്കുക, അത്രയും. അടുത്ത വണ്ടി, അടുത്തൊരു ക്വിഡാണ്. KL 32, ചേർത്തല രജിസ്ട്രേഷൻ, ആലപ്പുഴ ജില്ല, ചേർത്തല രജിസ്ട്രേഷൻ. ന്യൂ ഷേപ്പ് ആണല്ലേ? ന്യൂ ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡൽ, സിംഗിൾ ഓണർ ആണ്. 43,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 4 വർഷം അല്ലേ? 4 വർഷം. നോർമൽ ഓട്ടോ ആണ്. 43,000. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം നല്ല വെഹിക്കിളാണ്. ഓക്കെ. സീറ്റ് കവർ കമ്പനി കവർ തന്നെയാണ്. സീറ്റ് കവറൊക്കെ കമ്പനി തന്നെ ചെയ്തത്. കമ്പനി കവർ തന്നെയാണ്. എല്ലാം നല്ല നീറ്റാണ് വണ്ടി. എന്തായാലും ടച്ച് സ്ക്രീൻ അഡീഷൻ ചെയ്താണോ അതോ? അല്ല, കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ RXT ആണല്ലേ? ഓക്കെ. 2 എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ആവറേജ് ആണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. കുഴപ്പങ്ങളൊന്നുമില്ല. 4,35,000 രൂപ കൊടുക്കാം. 4,25,000 രൂപ കൊടുക്കാം. 4/25 2020 ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 18, 19, 20 റേഞ്ച് മൈലേജ് വാഹനമാണ്. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ കയറും ഒരു 50,000 റുപ്പീസിന്റെ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 50,000 കണ്ടാൽ ഇറക്കാൻ സാധിക്കുന്ന ഒരു വാഹനം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹ്യുണ്ടയുടെ i10 നിയോസ് ആണ്. KL 59, കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഷായത്? 2021 വെഹിക്കിൾ. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 48,000 എയറാണ് വേരിയന്റ് വരുന്നത്. ബേസ് ആണ് അല്ലേ? ബേസ് ആണ് വരുന്നത്. ഓക്കെ. ബേസിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് വരും, പിന്നെ ബാക്ക് ഡോർ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പ്രശ്നങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം 48,000. ഓക്കെ. 48. സോറി. ഓക്കെ. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഒരു 12 to 15 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ഓക്കെ. ഒരു ലൈറ്റ് i20 ഒക്കെ എടുക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ ഒരു 17-18 ലൈറ്റ് i20 ഒക്കെ എടുക്കുന്ന ബഡ്ജറ്റിൽ നിയോസ് ഒരു 2021 വെഹിക്കിൾ 21 ഒരു ന്യൂ വെഹിക്കിൾ ആ ബഡ്ജറ്റിൽ കിട്ടും. എത്ര ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 5,55,000 രൂപ ക്ലാസ്. 5,55,000 നെറ്റ് റേറ്റ് 21 നെറ്റ് റേറ്റ് ആണ്. 2021 നിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം ലോൺ കിട്ടും. ഒരു 50,000 രൂപ ഉണ്ടാകും, ബാക്കിയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷത്തിന്റെ മേലെ എന്തായാലും കിട്ടും. 50,000 ഇറക്കാൻ പറ്റിയൊരു ഹാഷ്ബാക്ക് വാഹനമാണ്. അടുത്ത വണ്ടി എന്തായാലും നമ്മൾ ഇവിടെയുള്ള സ്റ്റോക്ക് കാണിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു 3 വണ്ടിയും കൂടെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്, ഔട്ട്ഡോറിൽ പറയാന്ന് വിചാരിച്ചാണ്. എന്താ ഷായത് ഒന്ന് കാര്യങ്ങൾ? ടിയാഗോ ഓട്ടോമാറ്റിക് ഉണ്ട്, i20 ഡീസൽ ഉണ്ട്, ക്രോസ് പോളോ ഡീസൽ ഉണ്ട്. ഓക്കെ. രണ്ടും നല്ല മൈലേജുള്ള വണ്ടിയായിരിക്കും ഡീസലില്. എന്താ നമ്മളിത് വെച്ചാല് 1-2 ക്ലെയിമുകൾ ചെയ്തിട്ടുണ്ട് 3 വെഹിക്കിൾസിലുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ടിയാഗോ വരുന്ന 2021 വണ്ടിയാണ്. i20 വരുന്ന 2019 ഡീസൽ മാഗ്ന ആണ്. ഓക്കെ. ക്രോസ് പോളോ 2014 ആണ്. അപ്പൊ അതിന് തെറ്റില്ലാത്ത ഒരു എൻക്വയറി വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫൈനലൈസ് ചെയ്ത് അവരുടെ അടുത്ത് പറയാൻ പറ്റും, കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ഇതിൽ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം അയച്ചു തരും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ വെഹിക്കിൾ കൊടുക്കുള്ളൂ. ഓക്കെ. നിങ്ങൾ ഫുൾ റിപ്പോർട്ട് അയച്ചു തരുന്നതാണ് വാട്സപ്പ് ത്രൂ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി അടുത്ത ആഴ്ച കുറച്ച് SUV-കൾ വരാനുണ്ട്, സെഡാനും വരാനുണ്ട്. വിളിച്ചോ, നമുക്ക് പെട്ടെന്ന് ചെയ്യാം, വീഡിയോ ചെയ്യാം. ഒന്നോട്ടെ. അതെ. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരുത്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് മേരാഗാസിന്റെ കൊടുവള്ളി ഷോറൂമിലേക്ക്, പടവിലാണ് ലൊക്കേഷൻ വന്നത്, കോഴിക്കോട് ജില്ലയിൽ. ഈ ഒരു ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വലതുഭാഗത്ത് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്.
അവരെ കോൺടാക്ട് ചെയ്താൽ ഷാഹിദിന്റെ ഒക്കെ നമ്പർ ഉണ്ടാവും അല്ലേ? നമ്പർ ഉണ്ട്. അപ്പൊ അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വണ്ടികളെ പറ്റി അറിയാൻ വേണ്ടി ഇവിടെ മാത്രമല്ല വേറെ കാര്യമുണ്ട്. ഇവിടെ സ്റ്റോക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ മെയിൻ സ്റ്റോർ കാലിക്കറ്റ് വരുന്നത്. കാലിക്കറ്റ് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചു നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കാർ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. അതിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് എവിടെയാണ് നിങ്ങൾ അലഞ്ഞേറിയേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കാർ വിൽക്കാൻ സാധിക്കും. ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ മാക്സിമം വിലയിൽ ഞങ്ങൾ കാർ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പൊ മറന്നു വേണ്ട. അപ്പൊ ഷാഹിദേ വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതും ഒന്ന് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയാം അല്ലേ? ഓക്കെ.